Accelerate action. That is the theme for the 2025 International Women's Day. അതായത് സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സമത്വം, ഇതിനെയെല്ലാം ഒന്ന് ആക്സിലറേറ്റ് ചെയ്യുക. പക്ഷേ ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. സ്ത്രീ സമത്വം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ നാം പറയുമ്പോൾ അതിനെ ഒരിക്കലും പുരുഷനെതിരെയുള്ള ഒരു ആയുധമായിട്ടല്ല നാം ഉപയോഗിക്കേണ്ടതും കാണേണ്ടതും. പക്ഷേ സ്ത്രീ ശക്തിയാകണം. എവിടെ? സമൂഹത്തിൽ. തന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ അവളെ ശക്തീകരിക്കണം. സ്ത്രീ അബലയല്ല. അവൾക്ക് ശക്തി പുറത്തുനിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അവളുടെ ഉള്ളിൽ തന്നെയുള്ള ആ അഗ്നിയെ, അവളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ശക്തിയെ നാം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും അവൾക്ക് സ്വന്തം കാര്യങ്ങൾക്കായി, സ്വന്തം നിലപാടുകളെ ഉറച്ചു പറയുന്നവളായി അവൾക്ക് സമൂഹത്തിൽ നിൽക്കാൻ സാധിക്കും. അവിടെയാണ് നാം അവളെ ശക്തീകരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ സ്ത്രീ സമത്വം എന്ന നാളുകളായി നാം കേൾക്കുന്ന ഈ ഒരു ടാഗ് ലൈൻ്റെ ആവശ്യം വരുന്നില്ല. എത്രയോ വർഷങ്ങളായി നാം കേൾക്കുന്നു സ്ത്രീ സമത്വം. പക്ഷെ ഇപ്പോഴും എവിടെ നോക്കിയാലും നാം കാണുന്നുണ്ട് സ്ത്രീ അബലയാണ്, അവളെ കൈപിടിച്ച് ഉയർത്തണമെന്ന്. നോ, ഷീ ഡസന്റ് നീഡ് ദാറ്റ്. ഷീ ജസ്റ്റ് നീഡ് എ ഹാൻഡ് ഹോൾഡിംഗ് ടു ബ്രിങ് ഔട്ട് എ ഇന്നർ സ്ട്രെങ്ത്. സോ ദിസ് ഇയർ നമുക്ക് സ്ത്രീകൾക്ക് തന്നെയെന്ന് വിചാരിക്കാം, ഇത് എവിടെ നിന്ന്, പുറത്തുനിന്ന് പുരുഷന്റെ കയ്യിൽ നിന്നോ മറ്റു സമൂഹത്തിൽ നിന്നോ ആരും എവിടെ നിന്നും കൊണ്ടു തരേണ്ട ഒന്നല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഒപ്പം നിൽക്കുന്നവരിൽ, സ്ത്രീകളിൽ അബലയെന്ന് തോന്നുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയെങ്കിൽ ഇനിയും ഷൈനിമാർ ഇവിടെ ഉണ്ടാകാതിരിക്കും. തീർച്ചയായിട്ടും അതല്ലേ നമുക്ക് ആവശ്യം. നമ്മുടെ പെൺമക്കളെ ശക്തരായി വളർത്തുക. പക്ഷെ പറഞ്ഞു കൊടുക്കുക, ഇത് പുരുഷനെതിരെയുള്ള ആയുധമല്ല, പുരുഷനെതിരെയുള്ള ഒരു യുദ്ധമല്ല. പക്ഷെ സ്വന്തം നിലപാടുകളെ തുറന്നു പറയുവാൻ അവൾ ശക്തിയാകണം. സ്വന്തം കാര്യങ്ങളെ നേടുവാൻ അവൾ ശക്തിയാകണം. That is where we need to accelerate the action. So, happy International Women's Day to all beautiful women out there.